ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കൾ. നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് വലിയ ആഗ്രഹമാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് മാറണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ചിലരെ നമുക്ക് നേടണം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ചിലരോട് പറയണം. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിലും പ്രയാസത്തിലും കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കണം. സാരമില്ല, ദൈവം നിങ്ങളെ നടത്തും എന്ന് പറയണം. ഞാൻ സേവിക്കുന്ന ദൈവം വലിയ ദൈവമാകിയാൽ ഈ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും എന്ന് ധൈര്യത്തോടെ പ്രശ്നങ്ങളിൽ കിടക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ആഗ്രഹിക്കാത്ത എത്ര പേരാ ഉള്ളത്? എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ ദൈവം വലിയ ദൈവമാണെന്ന് ധൈര്യത്തോടെ പറയാനുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? ഈ കർത്താവിനെക്കുറിച്ച് ആളുകളോട് പറയാനോ, ഈ ദൈവം നമ്മെ സഹായിക്കുമെന്ന് പറയാനോ, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും യേശു പരിഹാരകനാണെന്ന് പറയാനോ, എല്ലാത്തിലുപരി മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നമായ നിത്യ രക്ഷയ്ക്ക് യേശുക്രിസ്തു മാത്രം മതിയായവൻ, മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട കർത്താവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് വിളിച്ചു പറയുവാൻ, ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കണം. എന്താണ് നമ്മളെ ആത്മീയ എരിവിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാനുള്ള താല്പര്യത്തിൽ നിന്ന് പുറകോട്ട് മാറ്റുന്നത്? അതിൻ്റെ കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ പ്രശ്നത്തിൽ കിടക്കുന്ന, പ്രതിസന്ധിയിൽ കിടക്കുന്ന ഒരാളോട് താങ്കൾ പ്രാർത്ഥിക്കൂ, കർത്താവ് നിശ്ചയമായും പ്രാർത്ഥന കേൾക്കും എന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടഭാരം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പല തടസ്സങ്ങൾ, രോഗം, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവർ യേശു വിടുവിക്കുന്ന ദൈവമാണെന്നും യേശു സഹായിക്കുമെന്നും അവനെല്ലാ പ്രശ്നത്തിനും പരിഹാരകനാണെന്നും ധൈര്യത്തോടെ പറയാൻ മടിച്ചു മാറി നിൽക്കുന്നു. കാരണം എന്താ? അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ആമേൻ. എന്താ നമ്മൾ ഭയപ്പെടുന്നത്? ഞാൻ ആരോടെങ്കിലും പറയുക, യേശു സകലത്തിനും മതിയായവനാണ്, യേശു നിന്റെ പ്രശ്നത്തിന് പരിഹാരകനാണ്. നാം ഇത് പറയാൻ തുടങ്ങുമ്പോൾ അവർ നമ്മോട് തിരിച്ചു ചോദിക്കുമോ, നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ആദ്യം ഉണ്ടാകട്ടെ, നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ആദ്യം സംഭവിക്കട്ടെ, അതിനുശേഷം വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് ആരെങ്കിലും പറയുമോ എന്ന വലിയ ഭയം നമ്മളെ കർത്താവിന് വേണ്ടി ശക്തിയോടെ പറയുന്നതിൽ നിന്ന് വിലക്കുന്നു. അപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു ചിന്ത, തോന്നൽ എന്താണെന്ന് ഞാൻ പറയാം. കർത്താവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മുന്നോട്ട് വന്നാൽ ആ വ്യക്തിക്ക്
ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ വ്യക്തി എല്ലാത്തിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അദ്ദേഹത്തെ രോഗം പിടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ രോഗത്താൽ തളർന്നു കിടക്കുന്ന നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. സാമ്പത്തികമായി തകർന്ന നീ ഒരാൾക്ക് വേണ്ടി സാമ്പത്തികമായി ദൈവം നിന്നെ നടത്തുമെന്ന് പറയാൻ പാടില്ല എന്ന ചിന്ത വിശ്വാസികളുടെ അകത്ത് വന്നിരിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ പോകുന്നവർ ആദ്യം അതിനൊരു പരിഹാരം വരട്ടെ പാസ്റ്ററെ, അതിനുശേഷം ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാം എന്ന് ചിന്തിക്കുന്നവരല്ലേ നല്ലൊരു ഭാഗം. എന്നോട് തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ഇതൊക്കെ പറയാത്തതിന് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ കിടക്കുകയല്ലേ, ഇതിനിടയ്ക്ക് ഞാൻ എങ്ങനെയാ ഇതിലൊക്കെ ചെന്ന് പറയുന്നത്? സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് കേട്ട് ഒരു വിടുതൽ പ്രാപിച്ചിട്ട് പോകണം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അത് വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ, ആമേൻ, ആരാണെങ്കിലും അവരെല്ലാം ഒരു കുറവുമില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു ബാധ്യതകളുമില്ലാത്ത, ഒരു പ്രതിസന്ധികളുമില്ലാത്ത, ആമേൻ അല്ലേ, എല്ലാം തികഞ്ഞ ആളുകളാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അയ്യോ, അത് ഭയങ്കര മണ്ടത്തരമാ. ഇന്ന് പകൽക്കാലം കർത്താവ് നോക്കുന്ന ആരെയാണെന്നറിയാമോ? കണ്ണുനീര് ഉള്ളപ്പോഴും, കണ്ണ് നിറയുന്ന പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും മറ്റുള്ളവൻ്റെ കണ്ണുനീരിനെ ഒപ്പുന്നവരെയാ ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രോഗത്താൽ ബാധിക്കപ്പെട്ട പ്രതിസന്ധികളൊക്കെ അകത്തുണ്ടെങ്കിലും ഈ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കാൻ ധൈര്യത്തോടെ വരുന്നവരെയാ ഇന്ന് പകൽ യേശു നോക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് ദൂതും മനസ്സിലാകുന്നുണ്ട്? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പാസ്റ്ററെ അതെങ്ങനെ ശരിയാകുമെന്നൊക്കെ നിങ്ങളുടെ അകത്ത് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണം. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് ബലഹീന പാത്രങ്ങളെയാ. ദൈവം ഉപയോഗിക്കുന്നത് ബലഹീന പാത്രങ്ങളെയാ. എങ്ങനെയാണ് ഈ ബലഹീന പാത്രങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതെന്ന് ഞാൻ തുടർന്ന് പറയാൻ പോകുകയാ. രോഗമുള്ളപ്പോഴും ആമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ എങ്ങനെ ശക്തീകരിക്കുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം തുടർന്ന് പറയും. സാമ്പത്തികമായി പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ കർത്താവ് വിടുവിക്ക്, വാതിൽ തുറക്ക്, ധൈര്യത്തോടെ ഇരിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അവൻ പറയാൻ നിന്റെ ആധാരത്തെ ദൈവം എങ്ങനെ ബലപ്പെടുത്തുമെന്നാണ് ഞാൻ ഇന്ന് ആമെ തുറന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാല സന്തോഷമുണ്ട്? ആമെ കുടുംബത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, അവനല്ലേ അവൻ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, ആമെ സാമ്പത്തികമോ ആത്മീകമോ എന്തുമാകട്ടെ, ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും ഒക്കെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഉണ്ടെങ്കിലും അനേക കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് നിന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇന്നത്തെ ദൂത് കേൾക്കണം. കാരണം ഈ ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ദൂതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഇന്ന് പകൽ നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും
അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ ദൈവജനത്തോട് തന്റെ ഹൃദയം തുറന്ന് പറയുകയാ. വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയി, വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ പൗലോസിന് പറയാനുള്ളത് പ്രശ്നങ്ങളെ കുറിച്ചല്ല ആദ്യം പറയുന്നത്, ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ചാ. എന്തുകൊണ്ടാ ഒരു ദൈവ പൈതല് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവില് ആ പ്രശ്നത്തിനെല്ലാം മറുപടി കിട്ടിയിട്ടല്ല, പകരം പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആശ്വാസം ഏറ്റുവാങ്ങിയ ഒരു ദൈവ പൈതലിന് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ വചനം കേട്ടവർക്ക് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളുടെ പ്രശ്നം മാറിയിട്ടല്ല നിങ്ങൾ ആളുകളെ ആശ്വസിപ്പിക്കുന്നത്, പകരം പ്രശ്നത്തിന് നടുവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം ഒരു ആശ്വാസം തരും. എത്ര പേർക്ക് മനസ്സിലായി? അവിടെ പ്രശ്നം മാറ്റുന്ന ദൈവമെന്നല്ല, നിശ്ചയമായും ഈ ദൈവത്തിന് നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാറി എന്ന് വരില്ല. ഇവിടെ ദൈവം എന്താ ചെയ്യുന്നത്? അവിടെ പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ഇന്ന് പകൽ ശ്രദ്ധിച്ചോ, ദൈവമാരാ? ആശ്വസിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് പകൽ ധൈര്യത്തോടെ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. രോഗമുണ്ടെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? രോഗത്തിന് നടുവിൽ ഒരാശ്വാസം ദൈവം നമുക്ക് നൽകുന്നത് കൊണ്ടാ. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് വന്ന്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമല്ലേ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിലനിർത്തുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽ സ്തോത്രം. ഞാൻ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോ, ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോ, ഞാൻ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവനാ നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ആശ്വാസം അനുഭവിച്ചവർക്കറിയാം, അത് നമ്മുടെ പ്രശ്നങ്ങളെ മറക്കാൻ സഹായിക്കുന്നതാ. കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആരായി കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവാ. അവിടെ എന്താ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ആശ്വാസപ്രദനെന്നാ. പാരാക്ലിറ്റോസ്, ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവാരാ? ആശ്വസിപ്പിക്കുന്നവൻ. എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലായി? അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമാണോ ആത്മാവിനെ തന്നിരിക്കുന്നത്? ആണോ? പ്രവചിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. നിനക്ക് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഏത് രോഗമാകട്ടെ, ഏത് കഷ്ടമാകട്ടെ, ഏത് പ്രതിസന്ധി ആകട്ടെ, അതിന് നടുവിൽ ഒരാശ്വാസം ദൈവമക്കൾക്കുണ്ട്. ഇന്ന് പകൽ പ്രശ്നം മാറിയിട്ടല്ല നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, പ്രശ്നം മാറിയിട്ടല്ലെന്നേ ആരാധിക്കുന്നത്, പ്രശ്നം മാറിയിട്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത്, പ്രശ്നമൊക്കെ മാറിയിട്ടല്ല നമ്മൾ ശുശ്രൂഷിക്കുന്നത്. പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അകത്തൊരാശ്വാസമുണ്ട്. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ആ ആശ്വാസം പ്രാപിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ മറക്കുകയാ, വേദനകളെ നമ്മൾ മറക്കുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൂത് മനസ്സിലായവർ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ആശ്വസിപ്പിക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ. ഈ വാക്ക് എന്തുവാ? എന്ത് വാക്കാ? എന്ത് തരം വാക്കാ? പറഞ്ഞേ. അതേച്ചാ, ഇത് ആശ്വാസത്തിൻ്റെ വാക്കാ. മനുഷ്യനാണോ പറഞ്ഞേ? ഞാൻ ലോകത്തെ ജയിച്ചു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് ഏതെങ്കിലും മനുഷ്യനാണോ പറഞ്ഞേ? അല്ല.
ഇവിടുത്തെ നേതാക്കന്മാരും ആരുമല്ല പറഞ്ഞത്. ഞാൻ ലോകത്തെ ജയിച്ചു, അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ടെന്ന് നേതാക്കന്മാർ പറഞ്ഞാൽ നമുക്ക് ആശ്വാസം വരുമോ? വരുമോ? നമ്മുടെ അമ്മാച്ചൻ പറഞ്ഞാൽ ധൈര്യം വരുമോ? വെച്ചാ അമ്മാച്ചൻ പറയുക, മക്കളെ പേടിക്കണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ആശ്വസിക്കുന്നു പറഞ്ഞാൽ പറ്റുമോ? അപ്പൻ പറഞ്ഞാൽ പറ്റുമോ? അമ്മ പറഞ്ഞാൽ പറ്റുമോ? പാസ്റ്റർമാർ പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ആശ്വാസം ഉണ്ടാകുകയില്ല. കാരണം അപ്പനും അമ്മയും നേതാക്കന്മാരും അല്ലേ, വലിയ വലിയ ആളുകളൊക്കെ മാറിപ്പോകുന്ന സമയം വരും. അവർക്കാർക്കും സഹായിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഇവിടെ പറഞ്ഞത് വാക്കു പറഞ്ഞിട്ട് മാറാത്തവനാ, കഷ്ടങ്ങളുടെ നടുവിൽ ഓടിപ്പോകുന്നവനല്ല, എന്നും കൂടെയിരിക്കുന്നവനാ. ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല എന്ന് അരുളി ചെയ്തവനാ. തീർന്നില്ല. അവൻ മരണം കൊണ്ട് അവസാനിക്കുന്ന മനുഷ്യന്റെ വാക്കുകളിലുള്ള ആശ്വാസമല്ല ഇത്. മരണത്തിനപ്പുറം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിന്റെ വാക്കാണ്. ആ ആശ്വാസ വാക്കാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? പ്രശ്നം മാറിയിട്ടല്ല നമ്മൾ ആരാധിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം പോരാ, നമ്മുടെ കർത്താവിന്റെ ആശ്വാസം. അവൻ ഇന്ന് പകൽക്കാലം അവൻ തന്റെ വചനം കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ലോകത്തിലെല്ലാവരും ഭയപ്പെടുന്നതാണ് മരണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, രക്ഷയുടെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതൽ, അവൻ മരണത്തെ ഭയപ്പെടില്ല. താൽക്കാലികമായി വേർപാട് നമുക്ക് വേദന ഉളവാക്കുമെങ്കിലും നമ്മൾ മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, മരണത്തിനപ്പുറം നമുക്കൊരാശ്വാസമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അതും പറഞ്ഞത് നമ്മുടെ കർത്താവ് തന്നെ. സ്തോത്രം, സ്തോത്രം. അല്ലേ? നമ്മുടെ കർത്താവല്ലേ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് പകൽക്കാലം ഈ ആശ്വാസ വാക്കുകളാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. നീ എന്തുകൊണ്ടാ ഇനി ആരും പറയരുത്, പാസ്റ്ററെ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാത്തത്, ഞാൻ യേശു നല്ലവനാണെന്ന് പറയാത്തത്, യേശു സൗഖ്യമാക്കുമെന്ന് പറയാത്തത്, യേശു രക്ഷിക്കുമെന്ന സുവിശേഷം പറയാത്തത് എൻ്റെ സാമ്പത്തിക പ്രയാസം കൊണ്ടാണ്, എൻ്റെ കഷ്ടത കൊണ്ടാണ്, എൻ്റെ രോഗം കൊണ്ടാണ്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി കൊണ്ടാണെന്ന് ആരും പറയരുത്. കാരണം ആ പ്രശ്നമല്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് ദൈവസന്നിധിയിൽ പോയിരുന്ന് ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി പറയുകയാ, അവൻ ദൈവസന്നിധിയിലേക്ക് നീ ഈ ദിവസങ്ങളൊന്ന് അടുത്ത് ചെല്ലുന്നത് പോലെ അടുത്ത് ചെന്നാൽ ആമേൻ സ്തോത്ര, കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത, ലോകം മുഴുവനും കൊടുത്താലും മേടിക്കാൻ പറ്റാത്ത സ്വർഗീയ സമാധാനം കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കുക. ആ ആശ്വാസം കൊണ്ട് നിറഞ്ഞ ദൈവ പൈതൽ പ്രശ്നത്തിന് നടുവിലും പ്രതികൂലത്തിന് നടുവിലും ഈ ദൈവത്തിന് വേണ്ടി നിൽക്കും. അവർ പാടും, ആരാധിക്കും, സ്തോത്രം ചെയ്യും. അതല്ലേ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിനകത്ത് സംഭവിച്ചത്. അപ്പോസ്തലന്മാരെ അടിച്ച് വസ്ത്രം അല്ലേ ഉരിഞ്ഞു കളഞ്ഞ് വലിച്ചിഴച്ചു കൊണ്ടുപോയി ആമത്തിലിട്ടതല്ലേ. പക്ഷേ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്താ രഹസ്യം, എന്താ രഹസ്യം? ഇതിൻ്റെ അകത്ത് രഹസ്യം ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിച്ചപ്പോൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ കാരാഗ്രഹത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ദാസന്മാരെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസം പ്രാപിച്ച ദൈവദാസന്മാർ ആ അർദ്ധരാത്രിയിൽ അവർക്ക് മൗനമായിരിക്കാൻ പറ്റിയില്ല. അവർ പാടി കർത്താവിനെ സ്തുതിച്ചു. ഇന്ന് പകൽക്കാല നിന്റെ രോഗം, നിന്റെ ജീവിതത്തിലെ കഷ്ടത, നിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തടസ്സമായി മാറരുത്. കർത്താവിനെ ഉയർത്തുന്നതിന് തടസ്സമായി മാറരുത്. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ ആരാധിക്കുവാൻ ദൈവ ആശ്വാസത്തിന്റെ കൃപ എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പോയി പ്രാർത്ഥിച്ച് ആ ദൈവകൃപ ഏറ്റെടുക്ക്, ആശ്വാസം ഏറ്റെടുക്ക്. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ദേശത്ത് നിൽക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ജീസസ്, ജീസസ്. ഇന്ന് പകൽ ആ സത്യം നിങ്ങളെല്ലാവരും അറിയണം. വലിയ പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അച്ഛാ, ഇനി
നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രതികൂലമാണ് എന്നെ പുറകോട്ട് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ആശ്വാസം മുകളിലുണ്ട്. ആമേൻ. നിന്നെ ശക്തീകരിക്കുന്ന കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പൗലോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രശ്നം മാറിയോ? മാറിയില്ല. പ്രശ്നം മാറിയോ? ശൂലം അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇരുന്നോട്ടെന്നേ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ട്. സ്തോത്രം. ഇത് പ്രാപിച്ചാൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റും. എന്താ ഈ ദൈവം ഈ പ്രശ്നമൊക്കെ അങ്ങ് എടുത്ത് മാറ്റാത്തത്? മാറ്റാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടോ മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ദൈവത്തിന് അതിനൊരു സമയമുണ്ട്. ആ സമയത്തെ ദൈവം എന്ത് ചെയ്യൂ? പ്രവർത്തിക്കൂ. പക്ഷേ ഇത് വെച്ചതിന് പിന്നിൽ, നമ്മളെ ഈ പ്രതിസന്ധിയിലൂടെ കഷ്ടതയിലൂടെ ഒക്കെ നടത്തുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നീ തിരിച്ചറിയണം. അത് നിന്നെ ശുശ്രൂഷയിൽ ഒതുക്കി കളയാനല്ല, ജീവിതത്തിൽ തകർത്തു കളയാനല്ല, നിന്നെ പുറകിലാക്കാനല്ല. പകരം നിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. എന്താ? കഷ്ടത വരുമ്പോൾ നീ ദൈവസന്നിധിയിൽ നിലവിളിക്കും, പ്രാർത്ഥിക്കും. പൗലോസ് പറയുക, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് കൊരിന്ത്യരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ കൊരിന്ത്യരോട് നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്, ഒത്തിരി പ്രതികൂലങ്ങൾ ആമേൻ അവിടെ ഉണ്ടായി. ആ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പൗലോസിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, അതിൻ്റെ വലിയ ചിത്രങ്ങൾ നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ പൗലോസ് പറയുക, ഞങ്ങളിത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ദൈവം ഞങ്ങളെ, കഷ്ടത ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും. എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി അടുക്കുമ്പോൾ അറിഞ്ഞോണം, അടുത്ത് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും. അതാ ഇവിടെ പറഞ്ഞത്. സ്തോത്രം. പൗലോസേ, നിങ്ങളെ ഞാൻ ഈ കഷ്ടത്തിലൂടെ കൊണ്ടുപോയത് ഞാൻ നിങ്ങളെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ കർത്താവേ? അപ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ഇന്ന് ആശ്വസിപ്പിക്കുന്നത്, നിന്നെ ശക്തീകരിക്കുന്നത്, നാളെ ഈ കഷ്ടത്തിൽ മറ്റൊരാൾ കടന്നു പോകുമ്പോൾ, നാളെ മറ്റൊരാൾ ഈ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ അവരെ നീ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാ, നീ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ, നീ അവർക്ക് ധൈര്യം പകരാൻ വേണ്ടിയാ. എന്താ നീ പറയുന്നതെന്നറിയാമോ സഹോദര, സഹോദരി? ഈ വഴിയിലൂടെ ഞാൻ പോയതാ, ഈ പ്രശ്നത്തിലൂടെ ഞാൻ നടന്നു പോയതാ. എൻ്റെ കർത്താവ് എന്നെ വന്ന് ആശ്വസിപ്പിച്ചു. ആ പ്രശ്നത്തിൽ ഞാൻ വീണു പോകാൻ അനുവദിച്ചില്ല. സഹോദരി, നീയും പുറകോട്ട് പോകരുത്. സഹോദര, നീ ക്ഷീണിച്ചു പോകരുത്. നീ ധൈര്യത്തോടെ പിടിച്ചു നിൽക്ക്. ഈ കർത്താവ് നിന്നെയും ആശ്വസിപ്പിക്കും. ഈ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിന്നെ കാണുന്നു. സ്തോത്രം. എന്തിനാ ഈ സാമ്പത്തിക തകർച്ച? സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന ചിലരെ ഉറപ്പിക്കാൻ ദൈവം നിനക്കിത് അനുവദിച്ചിരിക്കുന്നു. എന്തിനാ ഈ രോഗം? രോഗത്തിലൂടെ കടന്നു പോകുന്ന ചിലർക്ക് ക്രിസ്തുവിലുള്ള ആശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ ഒറ്റപ്പെടൽ? ഒറ്റപ്പെട്ടു പോയ അനേകർക്ക് ആശ്വാസത്തിൻ്റെ തുരുത്ത് കണ്ടെത്താൻ, ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്താൻ നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ. നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതെല്ലാം ദൈവം നിങ്ങളെ തൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന കാരണമാക്കി, ഉപകരണങ്ങളാക്കി മാറ്റാൻ ദൈവം അതിനെ പ്രയോജനപ്പെടുത്തുകയാണ്. എത്ര പേരിന്ന് പകൽ സ്തോത്രം ചെയ്യും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടുതൽ ഒതുങ്ങുകയല്ല, കൂടുതൽ എന്ത് ചെയ്യുക? ശുശ്രൂഷയ്ക്കുള്ള വാതിലുകൾ തുറക്കുകയാണെന്ന് നിങ്ങൾ അറിയണം. അത് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മാറിയിട്ടാണോ? നോ. ഇപ്പം എന്തോ കിട്ടി? ആശ്വസിപ്പിച്ചു. ദൈവം ആശ്വസിപ്പിച്ചു. ദൈവം ധൈര്യപ്പെടുത്തി. ഈ ധൈര്യം നീ അനേകർക്ക് പകർന്നു കൊടുക്കണം. എത്ര പേര് ആമേൻ പറയും?
അല്ലാതെ നീ എന്ന് പറയേണ്ട സാക്ഷി, അയ്യോ ഞാൻ ആകെ പ്രശ്നത്തിലാ, ദൈവവും എന്നെ കൈവിട്ടിരിക്കുകയാണെന്നാ. ഇന്ന് പല സാക്ഷിയും അങ്ങനാണല്ലോ, പല സാക്ഷിയും അങ്ങനാണല്ലോ. രോഗം വന്ന ഉടനെ ആൾക്കാർ പറയുന്നത് ദൈവം എന്നെ എന്ത് ചെയ്തു. എന്തേലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആദ്യം പറയുന്നത് ദൈവം കൈവിട്ടെന്നാണ് തോന്നുന്നത്. അല്ല, ഈ കഷ്ടത ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ആശ്വാസം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഈ മരുഭൂമി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ധൈര്യം പ്രാപിക്കാൻ, അവൻ ആശ്വാസം പ്രാപിക്കാൻ. അങ്ങനെ ആശ്വാസവും ധൈര്യവും ഏറ്റെടുക്കുന്ന നീ അവൻ ഇതേ സാഹചര്യത്തിലൂടെ പോകുന്ന അനേകം പേരെ ആശ്വസിപ്പിക്കുവാനും നിലനിർത്തുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും നിന്റെ ഈ ജീവിതത്തെ ദൈവം തമ്പുരാൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് എല്ലാ പ്രശ്നവും മാറിയിട്ടല്ല. ആണോ? അല്ല. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് പ്രശ്നത്തിന് നടുവിലും ആശ്വാസം പ്രാപിച്ച് ഈ വേല ചെയ്യാൻ വേണ്ടിയാ. പ്രശ്നം തന്നിരിക്കുന്നത് തന്നെ ഞാനും നിങ്ങളും ധൈര്യപ്പെടാൻ വേണ്ടിയാ. നിങ്ങൾ നോക്കിക്കേ, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും തിരസ്കാരങ്ങളിലൂടെയും കുറ്റാരോപണത്തിലൂടെയും ഒക്കെ കടന്നുപോയ ആളാണ് നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം, സ്തോത്രം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര അപമാനം, എത്ര നിന്ദകൾ, എത്ര പരിഹാസങ്ങൾ ഇതേറ്റാണ് എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ 3.5 വർഷക്കാലം അവിടുന്ന് നിർവഹിച്ചത്. എല്ലാവരും അംഗീകരിച്ചിട്ടാണ് യേശു പ്രസംഗിച്ചത്. എത്ര എണ്ണം കുറ്റം വിധിച്ചു, എത്ര പേര് അപമാനിച്ചു. സ്വന്തം കുടുംബത്തിൽ പോലും അവിടത്തേക്കൊരു അംഗീകാരമുണ്ടായില്ല. സമൂഹത്തിലെ മാന്യന്മാരെന്നും ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവരൊക്കെ അവിടുത്തെ തിരസ്കരിച്ചു കളഞ്ഞു. അല്ലേ? സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, തകർന്നവർ, പാവങ്ങൾ, അശരണർ അവിടുത്തെ വാക്കുകളെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒറ്റപ്പെടുത്തിയാൽ ഞാൻ പ്രസംഗിക്കത്തില്ല എന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ? ആരും അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഒതുങ്ങി ജീവിക്കുക എന്ന് തീരുമാനിക്കുന്നതാണോ ശരി? ഇന്ന് പകൽ യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, യേശുവിനെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, സഹോദര, വചനം പറയുന്നു, അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നിങ്ങൾക്ക് മാതൃക തന്നേച്ചുപോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആരും അംഗീകരിച്ചില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞ്, എല്ലാവരും തിരസ്കരിച്ചെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ? യേശു അത് ധൈര്യപൂർവം ആമൻ അല്ലേ യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആമൻ, എൻ്റെ പിതാവ് എന്നെ കൈവിട്ടിട്ടില്ല. ആരൊക്കെ കൈവിട്ടെങ്കിലും പിതാവ് എന്നെ കൈവിട്ടിട്ടില്ല എന്ന ഉറപ്പ് നമ്മുടെ കർത്താവിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ തോൽപ്പിക്കാൻ, അവനെ തകർത്ത് കളയാൻ ആർക്കും പറ്റിയില്ല. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവിടുത്തെ മേലിറങ്ങി വരുമ്പോൾ സ്വർഗം തുറന്ന് പിതാവിൻ്റെ ശബ്ദം, അവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പേ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ആളുകളുടെ അംഗീകാരത്തിലല്ല നിന്റെ ശുശ്രൂഷ പോകേണ്ടത്, ആളുകളുടെ അംഗീകാരത്തിലല്ല ആമൻ നിന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. മറ്റുള്ള നിന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നീ ജീവിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് പകൽ നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അവൻ കാര്യങ്ങളെ മാറ്റുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിട്ടിട്ടില്ല, അവൻ്റെ സാന്നിധ്യം എനിക്കൊപ്പമുണ്ടെന്ന് അവൻ നിനക്ക് എത്രമാത്രം ഉറപ്പുണ്ടോ ആ ഉറപ്പാകത്തുള്ളവൻ ആരെയും ഭയപ്പെടുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുക, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും എന്നെ വിട്ട് മാറിപ്പോയി, പക്ഷേ ആമേൻ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല, അവൻ എനിക്ക് തുണ നിന്നു. ജീസസ്, ജീസസ്. അതുകൊണ്ടാ
പൗലോസ് പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. മനുഷ്യ സപ്പോർട്ടിലോ മനുഷ്യൻ്റെ അംഗീകാരത്തിലോ ഒന്നുമല്ല ഇവിടെ കാര്യമിരിക്കുന്നത്. നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് വിഷയം. സ്തോത്രം. അപ്പം തിരസ്കരിക്കപ്പെട്ടാലും ഞാനത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യേശുവിനെ സ്വന്തമായതിലേക്ക് വന്ന സ്വന്തക്കാരെന്ത് ചെയ്തു? ത്യജിച്ചു. പരീശന്മാർക്ക് അവനെ വേണ്ട, ശാസ്ത്രിമാർക്ക് അവനെ വേണ്ട, അല്ലേ? മത നേതാക്കന്മാർക്ക് അവനെ വേണ്ട, പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് അവനെ വേണ്ട. പക്ഷെ അവൻ്റെ ആശ്വാസം കൊതിച്ചുകൊണ്ട്, അവൻ്റെ ഒരു തലോടൽ ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ ഒരു സ്പർശനം ആഗ്രഹിച്ചുകൊണ്ട്, സമൂഹം തിരസ്കരിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ഒരു വലിയ കൂട്ടം എപ്പോഴും യേശുവിന് പുറകെ സഞ്ചരിച്ചു. ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിങ്ങളുടെ ആശ്വാസം വാക്കുകളിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ സ്പർശനത്തിലൂടെ ഒരാശ്വാസവും ഒരനുഗ്രഹവും ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബക്കാർക്ക് നിൻ്റെ സുവിശേഷം വേണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ശരിയല്ലേ? സമ്പന്നർക്കത് വേണ്ടായിരിക്കും. പക്ഷേ ഈ സ്നേഹവുമായി നീ ഒന്ന് പോകാമെങ്കിൽ അതാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരാശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. സ്തോത്രം. അവിടേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്നെത്തിപ്പെടാമെങ്കിൽ നിൻ്റെ കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന് നടുവിലും അനേകർ നിൻ്റെ പ്രാർത്ഥനയിലൂടെ ആശ്വാസം പ്രാപിക്കുന്നത് കാണാൻ നിനക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക, അല്ലേ? സ്തോത്രം. അവനെ തള്ളിക്കളഞ്ഞവരുടെ അടുക്കൽ നിന്ന് അവനെ ആഗ്രഹമുള്ളവരുടെ അടുക്കലേക്ക് അവൻ പോയി. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരും അങ്ങനെ ആയിരുന്നു, അല്ലേ? അവരുടെ കാലിലെ പൊടി എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞിട്ട് ആവശ്യക്കാരുടെ അടുക്കലേക്ക് പോയി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുക, നിൻ്റെ സാമ്പത്തികം നോക്കി നീ ഇത്ര നാളും വിശ്വാസത്തിൽ വന്നിട്ട് നിനക്ക് സാമ്പത്തികമായ ഒരു മെച്ചവും വന്നില്ലല്ലോ എന്ന് പറയുന്ന നിൻ്റെ ബന്ധുക്കൾ ഒരു പക്ഷേ നിൻ്റെ യേശുവിനെ തഴയുന്നുണ്ടായിരിക്കാം, നിൻ്റെ സുവിശേഷത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നുണ്ടായിരിക്കാം. നിൻ്റെ വാഹനത്തിൻ്റെ വലിപ്പം നോക്കി ഒരു പക്ഷേ ഒരു മെച്ചവും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് നിൻ്റെ സുവിശേഷത്തിന് വിലക്ക് കൽപ്പിക്കുന്ന അയൽക്കാർ നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ജീവിത നിലവാരത്തെ നോക്കിക്കൊണ്ട്, ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അല്ലേ നിനക്ക് വിലയിടുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാ, ആമേൻ ഏൽപ്പിച്ച കർത്താവിനെ പോലെ ആമൻ ഒന്നിറങ്ങാമെങ്കിൽ, ആമേൻ നിന്റെ പ്രാർത്ഥന ആവശ്യമുള്ള, ആമേൻ നിന്നിലൂടെ വചനം ആവശ്യമുള്ള, ആമേൻ നിന്നിലൂടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ആമൻ ഇറങ്ങി ചെല്ലുന്ന മേഖലകളിലേക്ക് ആമൻ ആളുകൾ കൊതിയോടെ താല്പര്യത്തോടെ പ്രാർത്ഥനയ്ക്കായി ആവശ്യമുള്ളവരുണ്ട്. ഈ ദൂത് ചിലരോട് ഞാൻ വ്യക്തിപരമായി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിരസ്കരിക്കപ്പെട്ടിടത്ത് ഇനിയും നിൽക്കരുത്, ആവശ്യമുള്ളിടത്തേക്ക് പോകുക, ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ തിരസ്കാരത്തിൻ്റെ ജീവിതമായിരുന്നു. പക്ഷേ തിരസ്കാരത്തിൻ്റെ നടുവിലും അവിടുന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി, അല്ലേ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ക്രൂശിൽ കിടന്നുകൊണ്ടും, അല്ലേ? ആ പങ്കപ്പാടുകളെല്ലാം സഹിച്ചപ്പോഴും അവിടത്തേക്ക് പറയാനുള്ളത് ഒന്നു മാത്രം, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ അരുമനാഥനെ ഇന്ന് പകൽക്കാലം ഞാനിവിടെ ഉയർത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലെ ക്രൂശ്, നിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ അവൻ്റെ നാമത്തെ ഉയർത്തുന്നതിന് തടസ്സമല്ല, അതൊരനുഗ്രഹമാണ്. ആ ക്രൂശിലാണെങ്കിൽ, പ്രതിസന്ധിയിലാണെങ്കിൽ ആമേൻ അനുഗ്രഹിക്കാൻ നിന്റെ നാവിൽ അനുഗ്രഹത്തിന്റെ വചനം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതൊന്നും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നതിന് നമുക്ക് തടസ്സമല്ല.
പൗലോസ് പറയുക, അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. അതാണ് കാര്യം. ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ആശ്വാസമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലുള്ളവരെ ഞങ്ങളും ആശ്വസിപ്പിക്കും. അതിനാ ദൈവം ഞങ്ങളെ ഈ ഘട്ടത്തിലൂടെ കൊണ്ടുപോകുന്നത്. തീർന്നില്ല. സ്തോത്രം. അങ്ങനെ ഞങ്ങളെ ഇതിന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശുശ്രൂഷയുടെ നിയോഗങ്ങളായിട്ടാണ് ഈ കഷ്ടതയെന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ ശക്തരാക്കണം. അല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ കഷ്ടതയും പ്രയാസമൊക്കെ നൽകിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തന്നെയാണെന്ന് നിങ്ങൾ ഇന്ന് പകലൊന്ന് ഉറയ്ക്കണം. മാത്രമല്ല, എങ്ങനെ നമുക്ക് ഈ കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കണ്ണൊന്ന് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കഷ്ടതയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അകത്തെ പ്രശ്നം ഇതൊക്കെ ഒന്ന് മാറിയേ ചെന്ത് ചെയ്യാം, വേല ചെയ്യാം. അപ്പം നമ്മൾ എന്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക? നമ്മുടെ പ്രശ്നം രാവിലെ നോക്കും, ഉച്ചയ്ക്ക് നോക്കും, വൈകിട്ടും നോക്കും. എന്തുവാ എൻ്റെ പ്രശ്നം? മാറിയോ? അക്കൗണ്ടിൽ നോക്കും, വല്ലോ വന്നോ? നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സെർച്ച് ചെയ്യുക. അപ്പം നോട്ടം എപ്പോഴും എന്തു വച്ചാ? എങ്ങോട്ടാ നോട്ടമല്ല? എങ്ങോട്ടാ? നമ്മിലേക്കാ, നമ്മുടെ പ്രശ്നങ്ങളിലേക്കാ. പക്ഷേ ആശ്വാസം പ്രാപിച്ചവൻ എങ്ങോട്ട് നോക്കുമെന്നറിയാമോ? മറ്റുള്ളവരിലേക്ക് നോക്കും. എത്ര പേര് ഇതിന് ആമേൻ പറയും? കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചവൻ. പ്രശ്നം അവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എന്തോ കിട്ടി? ആശ്വാസം കിട്ടി. ആശ്വാസം കിട്ടിയാൽ പിന്നെ നോക്കുന്നത് ആശ്വാസമില്ലാത്ത മറ്റുള്ളവരിലേക്കാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസമില്ലാത്ത മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ചിന്ത, മനസ്സ് പോകണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചു, ഫിലിപ്പിയർ 2:4, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ, മറ്റുള്ളവൻ്റെ ഗുണം നോക്കണം. മറ്റുള്ളവൻ്റെ ഗുണം നോക്കണമെങ്കിൽ സ്വന്തം കാര്യത്തിൽ ഒരാശ്വാസം ഉണ്ടാകണം. സ്വന്തം കാര്യത്തിൽ മാറ്റം ഉണ്ടാകണമെന്നല്ല, മാറ്റമുണ്ടായിട്ട് നോക്കാൻ വലിയ പാടാ. കാരണം അത് ദൈവത്തിൻ്റെ സമയത്ത് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. പക്ഷെ ആശ്വാസം ഇന്ന് പകൽ ഞാൻ ഈ തൂത് വിളിച്ചു പറയുമ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ പ്രശ്നത്തിന് നടുവിൽ ഒരു ആശ്വാസം ദൈവം തരും. ഹൃദയത്തിലൊരു സ്വസ്ഥത തരും. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമെന്നായി ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ആ സമാധാനം കൊണ്ട് നിറയ്ക്കും. അങ്ങനെ നിറച്ച് ഒരാശ്വാസം കിട്ടിയാൽ അടുത്ത നോട്ടം മറ്റുള്ളവരിലേക്കാ, ആശ്വാസമില്ലാത്തവരിലേക്ക്. അത് നോക്കുമ്പോൾ ആ കാഴ്ച നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആശ്വാസം വരണമേ. ആ കുടുംബത്തിന് മേൽ ദൈവത്തിൻ്റെ വിടുതൽ അയക്കണമേ. ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ വിടുതൽ അയക്കണമേ. ആരാ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കാതെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുക, രോഗത്തിൽ നിൽക്കുക, പക്ഷേ ആശ്വാസം പ്രാപിച്ചവൻ പ്രാർത്ഥിക്കുക, കർത്താവേ അവരെ ഒന്ന് തൊടണമേ, അവരെ ഒന്ന് വിടുവിക്കണമേ, ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമേ. എത്ര ധൈര്യത്തോടാണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപ. ജീസസ്. പ്രശ്നങ്ങൾ വന്നാൽ ആശ്വാസം പ്രാപിക്കാത്തവനെ പ്രശ്നം ഇംഗ്ലീഷ് ഭാഷയിൽ ബിറ്ററാക്കും. ബിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കയ്പുള്ളതെന്നർത്ഥം, അല്ലേ? കയ്പുള്ള, പ്രശ്നമുള്ള, കയ്പേറിയ അനുഭവം എന്ന് വെച്ചാൽ പ്രശ്നം നമ്മളെ എന്ത് ആക്കും? കയ്പ് വന്നാൽ നമുക്കെന്തോ വരും? സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, വിരോധം വരും, അല്ലേ? നമ്മളാകെ പ്രശ്നത്തിൽ നടക്കുന്ന ഇപ്പം ജീവിതത്തിലിരിക്കുന്ന പ്രാർത്ഥനയും മടുത്ത്, ആരാധനയും മടുത്ത് എന്ത് ചെയ്തു?
പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് നീരസം ഉണ്ടാവും. ഓ, എത്ര നാൾ പ്രാർത്ഥിച്ചു, എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു മാറ്റവും ഇല്ല. നിരന്തരം ഇങ്ങനെ പ്രശ്നത്തിൽ കൂടെ പോകുന്നവർ ദൈവിക ആശ്വാസമില്ലാതെ ജീവിച്ചാൽ അവർ നിശ്ചയമായിട്ട് കയ്പുള്ളവരായി മാറും. പക്ഷേ ആശ്വാസം കിട്ടുന്നവർ ബെറ്ററായി മാറും. എന്താ ബെറ്റർ? കർത്താവിന് വേണ്ടി നിൽക്കാൻ അവരേറ്റവും ശ്രേഷ്ഠരായി മാറും. ഇന്ന് പകൽ പ്രശ്നം നിങ്ങളെ ബിറ്ററാക്കുമോ ബെറ്ററാക്കുമോ എന്ന് ഇന്ന് പകൽ തീരുമാനിക്കണം. ആശ്വാസമുള്ളവൻ ബെറ്ററാകും. ഒരാമൻ പറഞ്ഞാട്ടെ. ആശ്വാസം ഇല്ലാത്തവൻ ബിറ്ററായി മാറും, കയ്പുള്ളവനായി മാറും. ഇന്ന് പകൽ നമുക്കെന്താ ആവേണ്ടത്? ബെറ്ററാവണം. ഇല്ല വെച്ചാ ഇന്ന് ആരാധനയ്ക്ക് പോയി, എങ്ങനെ പോകണ്ടേ? കയ്പോടെ പോകണോ അതോ ബെറ്ററായിട്ട് പോകണോ? ബെറ്ററായിട്ട് പോകണം. അതിനാ ഇവിടെ കൃപ. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. ഇതിവിടെ മാത്രമേ കിട്ടുള്ളൂ. ആളുകളെ ബെറ്ററായിട്ട് വിടും. എന്താ? വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി. സ്തോത്ര. പ്രശ്നമെല്ലാം മാറിയെന്നല്ല, ഏത് പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കൃപ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് ആമേൻ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ധൈര്യത്തോടാ പോകുന്നത്. പോകുന്ന പോക്ക് കണ്ടാൽ ആൾക്കാർക്ക് തോന്നും എല്ലാ പ്രശ്നവും മാറുന്നു. ഇല്ല ഇല്ല, പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവിക കാര്യത്തോടെ പോകുക. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവമുമ്പാകെ ഒന്ന് ഏകാഗ്രമാക്കുമോ? കർത്താവേ, ഇന്ന് പകൽ എന്നെ തന്നെ സമർപ്പിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം, സ്തോത്രം, 11-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ കഷ്ടതകളുടെ വലിയ പട്ടിക പറയുന്നുണ്ട്. ആമേൻ. കർത്താവ് നിമിത്തം തല്ലുകൊണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരാഗൃഹത്തിൽ കിടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷ നിമിത്തമുണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും, അല്ലേ, ഭയങ്കര ശീതം തണുപ്പിനെക്കുറിച്ചും നഗ്നതയെക്കുറിച്ച്, അല്ലേ, ഒക്കെ താൻ പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ഇതെല്ലാം അനുഭവിച്ചിട്ടും അവസാനം പറയുന്നൊരു കാര്യമുണ്ട്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇന്ന് പകൽക്കാലം ഈ സാഹചര്യങ്ങൾ നിങ്ങളെ ബെറ്ററായ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണം, ശക്തരാക്കി മാറ്റണം. അതിന് സഹായം ദൈവത്തിൻ്റെ കൃപയാ. അങ്ങനെ ആശ്വസിപ്പിച്ച് നിന്നെ ശക്തമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിവിടെ വ്യാപരിക്കുന്നുണ്ട്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് അല്പമിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാല ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽ ഇറക്കുന്നതിനായിട്ട് സ്തോത്ര. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ ഞങ്ങളെ ഒതുക്കിക്കളയാനല്ല, ഞങ്ങളെ നിരാശപ്പെടുത്താനല്ല, ദൈവിക ആശ്വാസം പ്രാപിച്ച് ഹല്ലേലൂയ, അത് ശുശ്രൂഷയ്ക്കുള്ള ഒരു വലിയ അവസരമായി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ മോൾഡ് ചെയ്യുന്ന, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന ജീസസ് ഒരു അനുഭവമാക്കി ആമേൻ ദൈവം തീർക്കുന്നു തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കപ്പെട്ട് കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ പോകുന്ന അനേകായിരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ ധൈര്യപ്പെടുത്തുവാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് തൂത് കേട്ട സകലരെയും അങ്ങ് ആശീർവദിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപ പകർന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.